ക്രിക്കറ്റ് ലോകത്ത് ആരാധകരുടെ വികാര പ്രകടനങ്ങൾ പലപ്പോഴും അതിരുവിടാറുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത്യന്തം വിചിത്രവും എന്നാൽ ഗൗരവകരവുമായൊരു ചർച്ചയാണ്. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസൺ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ ആരാധകർ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സഞ്ജുവിനെയല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം യുവരാജ് സിംഗിനെയാണ്. പരമ്പരയ്ക്ക് തൊട്ടുമുമ്പ് ദുബായിൽ വെച്ച് സഞ്ജു സാംസൺ യുവരാജ് സിംഗിന് കീഴിൽ പരിശീലനം നടത്തിയിരുന്നു. യുവി പകർന്നു നൽകിയ പാഠങ്ങൾ സഞ്ജുവിനെ കൂടുതൽ അപകടകാരിയാക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ബാറ്റ് ചെയ്യാൻ പോലും മറന്ന പോലെയുള്ള സഞ്ജുവിന്റെ പ്രകടനം കണ്ടതോടെ യുവരാജ് എന്താണ് സഞ്ജുവിനെ പഠിപ്പിച്ചത് എന്ന ചോദ്യവുമായി ആരാധകർ രംഗത്തെത്തി. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം വരെ ചില കോണുകളിൽ നിന്നുയരുന്നുണ്ട്. പ്രതീക്ഷകളുടെ ഭാരം, യുവിയുടെ ടച്ച്. ഇന്ത്യൻ ക്രിക്കറ്റിലെ നിലവിലെ സെൻസേഷനായ അഭിഷേക് ശർമ്മയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ശക്തി യുവരാജ് സിംഗ് ആണ്. കൊറോണ കാലത്ത് യുവിയുടെ കീഴിൽ നടത്തിയ കഠിന പരിശീലനമാണ് അഭിഷേകിനെ വെടിക്കെട്ട് വീരനാക്കി മാറ്റിയതെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ലും യുവിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഈ പശ്ചാത്തലത്തിലാണ് ദുബായിൽ യുവിയും സഞ്ജുവും ഒരുമിച്ചുള്ള പരിശീലന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അഭിഷേകിനെ പോലെ സഞ്ജുവും യുവിയുടെ ശിക്ഷണത്തിൽ വേറെ ലെവലാകുമെന്ന് ആരാധകർ കണക്കുകൂട്ടി. എന്നാൽ ന്യൂസിലാൻഡ് പരമ്പരയിൽ കണ്ടത് നിഴൽ മാത്രമായ സഞ്ജുവിനെയാണ്. സോഷ്യൽ മീഡിയയിൽ യുവരാജ് സിംഗിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ ഇവയാണ്. ബാറ്റിംഗ് മറന്നുപോയോ? യുവരാജ് സിംഗിനെ കണ്ടുമുട്ടുന്നതിനു മുമ്പ് സഞ്ജു മികച്ച ഫോമിലായിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ സെഞ്ചുറി നേടി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ നിർണായകമായ 37 റൺസ് നേടിയിരുന്നു. എന്നാൽ യുവിയുടെ ക്യാമ്പിൽ നിന്ന് തിരിച്ചെത്തിയ സഞ്ജുവിന് ഏത് പന്ത് കളിക്കണം, ഏത് വിടണം എന്ന് പോലും അറിയില്ല. ആ പരിശീലന സെഷനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യുവി മറുപടി പറയണം. പഞ്ചാബ് ലോബി. ഇതിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. യുവരാജ് സിംഗ് പഞ്ചാബുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ശുഭ്മാൻ ഗില്ലും പഞ്ചാബിൽ നിന്നാണ്. ഗില്ലിനെ പുറത്താക്കിയാണ് സഞ്ജുവിനെ T20 ലോകകപ്പ് ടീമിലെ ഓപ്പണറാക്കിയത്. തന്റെ നാട്ടുകാരനും ശിഷ്യനുമായ ഗില്ലിന്റെ സ്ഥാനം തെറിക്കാൻ കാരണക്കാരനായ സഞ്ജുവിനെ യുവി മനഃപൂർവ്വം തെറ്റായ ഉപദേശങ്ങൾ നൽകി വഴിതെറ്റിച്ചതാണോ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത്. ഗില്ലിന്റെ സ്ഥാനം തിരിച്ചുപിടിക്കാൻ യുവി സഞ്ജുവിനെ പിന്നിൽ നിന്ന് കുത്തിയതാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. സഞ്ജുവിന്റെ സ്വാഭാവിക ശൈലി യുവരാജ് മാറ്റാൻ ശ്രമിച്ചുവെന്നും അതാണിപ്പോൾ കാണുന്ന ആശയക്കുഴപ്പത്തിന് കാരണമെന്നും വിലയിരുത്തുന്നവരുണ്ട്. ടൈമിങ്ങിൽ വിശ്വസിച്ചിരുന്ന സഞ്ജുവിനെ മസിൽ പവർ ഉപയോഗിക്കാൻ യുവി നിർബന്ധിച്ചോ എന്ന സംശയവും ബലപ്പെടുന്നു. സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. ട്വിറ്ററിലും ഫേസ്ബുക്കിലും യുവരാജ് സിംഗിന്റെ പഴയ പോസ്റ്റുകൾക്ക് താഴെ മലയാളികളുടെ വക പൊങ്കാല നടക്കുകയാണ്. ചില കമന്റുകൾ ഇങ്ങനെ: യുവരാജ് സിംഗ്, നിങ്ങളോട് ഒരു ചോദ്യം. ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്തവനെ പോലെ സഞ്ജുവിനെ മാറ്റാൻ നിങ്ങൾ എന്താണ് അവനെ പഠിപ്പിച്ചത്? ശുഭ്മാൻ ഗിൽ നിങ്ങളുടെ ശിഷ്യനാണ്. ഗില്ലിന് ലോകകപ്പ് ടീമിൽ കയറാൻ സഞ്ജു ഫോം ഔട്ട് ആകണം. അതിന് നിങ്ങൾ കൃത്യമായി പണി കൊടുത്തു അല്ലേ? അഭിഷേക് ശർമ്മയ്ക്ക് സിക്സർ അടിക്കാനുള്ള വിദ്യ പറഞ്ഞുകൊടുത്തു. സഞ്ജുവിന് ഡെക്കാകാനുള്ള വിദ്യയും. യുവി, നിങ്ങളുടെ ബഹുമാനമുണ്ടായിരുന്നു. ഇതിപ്പോ യുവരാജ് സിംഗ് എന്ന ഇതിഹാസത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാകാനാണ് സാധ്യത. ഒരു പരിശീലകൻ എന്ന നിലയിൽ ഏതൊരു താരത്തെയും മെച്ചപ്പെടുത്താനേ അദ്ദേഹം ശ്രമിക്കൂ. എന്നാൽ സഞ്ജുവിന്റെ പെട്ടെന്നുള്ള ഫോമിടിവ് ആരാധകരെ വൈകാരികമായി സ്വാധീനിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ പരാജയത്തിന് കാരണം യുവരാജ് ആണെന്ന് പറയുന്നവർക്ക് യുക്തിക്ക് നിരക്കുന്നതല്ലെങ്കിലും ഗില്ലിന്റെയും അഭിഷേകിന്റെയും സാന്നിധ്യം പഞ്ചാബ് കണക്ഷൻ എന്ന തിയറിക്ക് ബലം നൽകുന്നു. സഞ്ജുവിന്റെ കരിയർ പ്രതിസന്ധിയിൽ. കാരണങ്ങൾ എന്തുതന്നെയായാലും സഞ്ജു സാംസൺ ഇപ്പോൾ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. 10-6-0 എന്നീ സ്കോറുകൾ ലോകകപ്പ് ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഭീഷണിയാണ്. ഇഷാൻ കിഷൻ ഫോമിലേക്ക് ഉയർന്നതോടെ സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായി. ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ യുവിയുടെ ശിക്ഷണം സഞ്ജുവിന്റെ കരിയറിലെ കറുത്ത അധ്യായമായി മാറിയേക്കാം.